പ്രിയമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി മീഡിയ പ്ലസിലേക്ക് ഹാർദമായ സ്വാഗതം. പശ്ചിമേഷ്യയിലെ സംഭവഗതികൾ ചർച്ച ചെയ്യുമ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന് യൂറോപ്യൻ യൂണിയനിലെ കൂടുതൽ രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ കടുത്ത നടപടികൾ ആവശ്യപ്പെടുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇസ്രായേലിനെതിരെ സൈനിക നടപടി വേണമെന്ന് അയർലൻഡ് പ്രസിഡന്റ് മൈക്കൽ ഡിഫിഗൻസ് അഭിപ്രായപ്പെട്ടു എന്നതുമായി ബന്ധപ്പെട്ടാണ്. അദ്ദേഹം പറയുന്നത് UN പൊതുസഭയിലെ നിശ്ചിത അംഗങ്ങൾ പിന്തുണച്ചാൽ മാനുഷിക സഹായം ലഭ്യമാക്കുവാൻ വേണ്ടി സൈന്യത്തെ അയക്കാൻ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലിന് കഴിയും. UN ചാർട്ടിലെ 7ാം വകുപ്പ് പ്രകാരമാണ് ഇങ്ങനെ ഒരു തീരുമാനം UNലെ സെക്രട്ടറി ജനറൽ എടുക്കുവാൻ കഴിയുന്നത്. ഈ തീരുമാനം വീറ്റോ ഉപയോഗിച്ച് ഏതെങ്കിലും രാജ്യങ്ങൾക്ക് തടയുവാൻ കഴിയില്ല. അതായത് ഇപ്പോൾ ഇസ്രായേലിനെ ആക്രമിക്കുവാൻ UNന്റെ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ, സൈന്യത്തെ അയക്കുവാൻ UN ഒരു തീരുമാനമെടുക്കുകയാണെങ്കിൽ അത് വീറ്റോ ഉപയോഗിച്ച് തടയുവാൻ അമേരിക്കയ്ക്ക് കഴിയില്ല UN ചാർട്ടിലെ 7ാം വകുപ്പ് പ്രകാരം. അതുകൊണ്ട് തന്നെ ഒരു സൈനിക നടപടി മാനുഷികമായ പരിഗണന വെച്ച് ഗസയിൽ ഉണ്ടാകണമെന്ന് മൈക്കൽ ഡിഫിഗൻസ് അയർലൻഡ് പ്രസിഡന്റ് അഭിപ്രായപ്പെടുന്നതായി അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നെതർലൻഡിലും സമാനമായ ചില കാര്യങ്ങൾ സംഭവിക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് വാർത്തകൾ പുറത്തു വരുന്നത്. അയർലൻഡും നെതർലൻഡും ഇസ്രായേലിനെതിരെ കടുത്ത നടപടികൾ ആവശ്യപ്പെടുന്നുണ്ട്. നെതർലൻഡിലാണെങ്കിൽ ഒരു മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് രാജിവെച്ചു എന്ന വാർത്തയും വരുന്നുണ്ട്. വിദേശകാര്യമന്ത്രി കാസ്പർ വൈൽഡാണ് രാജിവെച്ചത്. അദ്ദേഹം ഇസ്രായേലിനെതിരെ സാമ്പത്തിക സൈനിക ഉപരോധം വേണമെന്ന് മന്ത്രിസഭയിൽ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അത്രമേൽ വലിയ പിന്തുണ ഈ നെതർലൻഡ് മന്ത്രിസഭയിൽ നിന്ന് ലഭിച്ചില്ല. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അദ്ദേഹം രാജിവെച്ചു എന്ന വാർത്ത പുറത്തു വരികയാണ്. ഗസയിലെ വംശഹത്യയിൽ ഇസ്രായേലിനെതിരെ കടുത്ത നടപടികൾ ആവശ്യപ്പെട്ട അദ്ദേഹത്തിന് മന്ത്രിസഭയിൽ നിന്ന് പിന്തുണ ലഭിക്കാത്തത് കൊണ്ട് അദ്ദേഹം രാജിവെച്ചു. പക്ഷെ അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ മറ്റംഗങ്ങൾ ഇപ്പോൾ കടുത്ത നടപടി എടുത്തില്ല എങ്കിൽ തങ്ങളും രാജിവെക്കും, നെതർലൻഡിലെ ഗവൺമെന്റിനുള്ള പിന്തുണ പിൻവലിക്കും എന്നൊക്കെ പറയുന്നു. പക്ഷേ നെതർലൻഡിൽ ഇസ്രായേലുമായിട്ട് വളരെ ദീർഘമായ ബന്ധമാണുള്ളത്. അതുകൊണ്ടാണ് അവർ കടുത്ത നടപടി എടുക്കാതെ മാറി നിൽക്കുന്നത് എന്ന നിഗമനം അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ നടത്തുകയാണ്. മറ്റൊന്ന്, ഇസ്രായേൽ സൈനികർ നിരന്തരം ആക്രമണങ്ങൾ നേരിടുന്നുണ്ട് ഇപ്പോൾ ഗസയിൽ നിന്ന് എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. കഴിഞ്ഞ ദിവസം ഹമാസ് ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ഇസ്രായേലി സൈനിക ഔട്ട് പോസ്റ്റിന് സമീപം ഹമാസിന്റെ ഒരു തുരങ്കം, ആ തുരങ്കത്തിൽ നിന്ന് പെട്ടെന്ന് പുറത്തേക്ക് വരുന്ന ഹമാസിന്റെ പോരാളികൾ ഈ ഇസ്രായേലി ഔട്ട് പോസ്റ്റ് നേരെ ആക്രമണം നടത്തുന്നു. പരസ്പരമുള്ള ആക്രമണത്തിൽ ഹമാസിന്റെ പ്രവർത്തകരും ഒപ്പം ഇസ്രായേലി സൈനികരും കൊല ചെയ്യപ്പെടുന്നു. അങ്ങനെയുള്ള ഈ ഔട്ട് പോസ്റ്റുകൾക്ക് സമീപം തുരങ്കങ്ങൾ ഒരുപാടുണ്ട്. അതിൽ നിന്ന് ഹമാസിന്റെ പോരാളികൾ പെട്ടെന്ന് പുറത്തു വന്ന് ഇസ്രായേലി സൈനികരെ ആക്രമിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. ഈ ഔട്ട് പോസ്റ്റിന്റെ സ്ഥാപിച്ചിട്ട് തന്നെ മാസങ്ങളായി. അതിനടുത്തുണ്ടായിരുന്ന ഈ തുരങ്കം കണ്ടുപിടിക്കുവാൻ ഇസ്രായേലി സൈന്യത്തിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അത്തരം തുരങ്കങ്ങൾ ഇസ്രായേലി സൈന്യത്തിന് വളരെ വലിയ പ്രത്യാഘാതങ്ങൾ, ആക്രമണങ്ങൾ ആ തുരങ്കങ്ങളിൽ നിന്ന് നേരിടേണ്ടി വരുന്നു എന്ന വാർത്ത മാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ ചർച്ച ചെയ്യുകയാണ്. കാരണം വല്ലാത്ത ആക്രമണമാണ് ഇസ്രായേൽ ഇത്തരം തുരങ്കങ്ങളിൽ നിന്ന് അനുഭവിച്ചറിയേണ്ടി വരുന്നത് എന്ന വലിയ വാർത്ത തന്നെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇസ്രായേൽ ഇത്തരം തുരങ്കങ്ങൾ തിരിച്ചറിയാൻ തന്നെ കഴിയുന്നില്ല. പക്ഷെ ഇപ്പോൾ അവർ ചെയ്യുന്നത് ഇത്തരം തുരങ്കങ്ങൾ തിരിച്ചറിയുവാൻ നേരത്തെ സൈന്യത്തിൽ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സൈനികരെ തിരികെ വിളിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ്. കാരണം ഇപ്പോൾ ഹമാസ് ഇത്തരം ഒരു ആക്രമണ രീതിയാണ് അവലംബിക്കുന്നത്. കാരണം കുറച്ചുകൂടിയൊക്കെ ആയുധത്തിൻ്റെയൊക്കെ അപര്യാപ്തത ഉള്ളത് കൊണ്ട് തന്നെ ഇസ്രായേലിനെതിരെ ഇപ്പോൾ ഈ തുരങ്കങ്ങളിൽ നിന്ന് പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട് ആക്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ആണ് ഇപ്പോൾ ഹമാസ് നിലനിർത്തുന്നത്. പ്രത്യേകിച്ചും ഈ തുരങ്കങ്ങളുടെയൊക്കെ എൻട്രൻസ്, അത് എവിടെയാണ് പ്രവേശനം എന്ന് ഇസ്രായേലിന് കണ്ടുപിടിക്കുവാൻ കഴിയുന്നില്ല. മിക്കപ്പോഴും ഏതെങ്കിലും കെട്ടിടങ്ങളുടെ പാർക്കിങ്ങിലോ അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥ ഉള്ള സ്ഥലത്തോ പാർപ്പിടങ്ങൾക്കുള്ളിലോ ഒക്കെയാണ് ഇത്തരം തുരങ്കങ്ങളുടെ ഒരു എൻട്രൻസ് ഉള്ളത്. അതിലൂടെ പ്രവേശിച്ച് പെട്ടെന്ന് ഈ ഔട്ട് പോസ്റ്റിന് അടുത്തെത്തി അവിടെ ആയിരിക്കും അതിൻ്റെ പുറത്തു വരാനുള്ള വഴി. അവിടെ എത്തി ആക്രമിക്കുന്ന ഇസ്രായേലി സൈനികരെ ആക്രമിക്കുന്ന ഒരു രീതിയാണ് അവലംബിച്ചിട്ടുള്ളത് എന്ന രീതിയിലുള്ള വാർത്തകൾ ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യണം. എന്തായാലും ഇപ്പോൾ തുരങ്കങ്ങൾ, അതൊക്കെ നേരത്തെ വടക്കൻ കൊറിയയുടെയൊക്കെ സഹായത്താൽ നിർമ്മിച്ച തുരങ്കങ്ങളാണെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അത്തരം തുരങ്കങ്ങളാണ് ഇസ്രായേലി സൈന്യത്തിന് വലിയ ഭീഷണി ഉണ്ടാക്കുന്നത് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. നേരത്തെ ഇസ്രായേലിന്റെ സൈനിക മേധാവി, IDFന്റെ മേധാവി ഇയാൻ ഷമീറൊക്കെ തന്നെയും ഒരുപക്ഷെ ഇത്തരം തുരങ്കങ്ങളെയൊക്കെ അവലോകനം ചെയ്തുകൊണ്ടായിരിക്കാം പറഞ്ഞിട്ടുണ്ടാകുക ഇസ്രായേലി സൈന്യത്തെ ഗസ സിറ്റി ഉൾപ്പെടെയുള്ള ഉൾപ്രദേശങ്ങളിലേക്ക്, കൂടുതൽ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് അയക്കുന്നത് ഇസ്രായേലി സൈന്യത്തിനെ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്ന രീതിയിലായിരിക്കും, അല്ലെങ്കിൽ അവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന രീതിയിലായിരിക്കും എന്നൊക്കെയുള്ള ഒരു വിശകലനം നടത്തിയിട്ടുള്ളത്. കാരണം അദ്ദേഹത്തിന് ഗ്രൗണ്ട് റിയാലിറ്റി അറിയാവുന്ന ആളാണ് ഇസ്രായേലിന്റെ പ്രതിരോധ സേനയുടെ IDFന്റെ മേധാവി. എന്തായാലും ഇപ്പോൾ അത്തരത്തിലുള്ള
ആക്രമണങ്ങളാണ് ഇസ്രായേലിന് ഗസയിൽ നേരിടേണ്ടി വരുന്നത് എന്ന ഒരു അവലോകനം ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുകയാണ്. മറ്റൊന്ന്, നേരത്തെ കഴിഞ്ഞ ദിവസം ക്ലസ്റ്റർ മിസൈലുകൾ ഉപയോഗിച്ച് ഹൂതികൾ ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തിയെന്ന വാർത്ത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ നിഷ്ഫലമാക്കിക്കൊണ്ട് ആ മിസൈലുകൾ ജെറുസലേമിൽ പതിച്ചു എന്ന വിവരങ്ങൾ തന്നെയാണ് മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. പ്രത്യേകിച്ച് ഹൂതികൾ അത് സംബന്ധിച്ച വീഡിയോകൾ തന്നെ പുറത്തുവിടുന്നുണ്ട്. പക്ഷേ ഇസ്രായേലിന്റെ ഒരു അവലോകനം എന്ന് വെച്ചാൽ ഇത്തരം ആയുധങ്ങൾ, അതായത് കഴിഞ്ഞ ദിവസം ഹൂതികൾ ഉപയോഗിച്ച ക്ലസ്റ്റർ മിസൈലുകൾ, അത് 12 ദിവസത്തെ യുദ്ധസമയത്ത് ഇറാൻ ഉപയോഗിച്ച മിസൈലുകൾക്ക് സമാനമാണ്. ഹൂതികൾക്ക് ഇറാൻ ഇത്തരം മിസൈലുകൾ പകർന്നു നൽകിയോ എന്ന സംശയം എന്തായാലും ഇപ്പോൾ ഇസ്രായേൽ പ്രകടിപ്പിക്കുകയാണ്. എന്തായാലും IDF അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. എന്തായാലും ഈ ഹൂതികളുടെ ആക്രമണത്തിന് പ്രതിവിധിയായി, തിരിച്ചടിയായി സനയിലേക്ക് ഇപ്പോൾ ഇസ്രായേൽ ആക്രമണം നടത്തിയെന്ന വാർത്ത പുറത്തു വരികയാണ്. ഹൂതികളുടെ സൈനിക കേന്ദ്രം ആക്രമിച്ചു. ഒപ്പം യമനിലെ രാജാവിന്റെ കൊട്ടാരത്തിന് സമീപം ഇസ്രായേലിന്റെ മിസൈലുകൾ പതിച്ചു എന്ന വാർത്തയും മാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. 6 പേർ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. 80 പേർക്ക് പരിക്കേറ്റു എന്ന വാർത്ത അൽ മസീറ, യമന്റെ വാർത്താ ഏജൻസി പുറത്തുവിടുകയാണ്. എന്തായാലും ഹൂതികളുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം ഉണ്ടാകുന്നത്, ഇസ്രായേലിന് എത്രത്തോളം ആക്രമണം തുടർന്നാലും ഗസയ്ക്ക് കൊടുക്കുന്ന പിന്തുണ തങ്ങൾ അവസാനിപ്പിക്കില്ല, തങ്ങളുടെ മാനുഷികമായ പരിഗണന വെച്ച് ഗസയ്ക്ക് തങ്ങൾ പിന്തുണ കൊടുക്കും എന്ന രീതിയിൽ തന്നെയാണ് ഹൂതികളുടെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടാകുന്നത്. എന്തായാലും ഹൂതികൾ വളരെ കൃത്യമായി ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ ആക്രമിക്കുന്നു എന്ന വാർത്ത തന്നെയാണ് ഏറ്റവും പ്രധാനമായി അവലോകനങ്ങൾ പുറത്തു വരുന്നത്. പ്രത്യേകിച്ചും ഹൂതികളുടെ ആക്രമണം മറ്റേതെങ്കിലും പ്രോക്സികളുടെ ആക്രമണത്തെ പോലെയല്ല, ഇസ്രായേലിന് നല്ലതുപോലെ വെള്ളം കുടിപ്പിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ചെങ്കടൽ വഴിയുള്ള ഇസ്രായേലിലേക്കുള്ള ചരക്ക് ഗതാഗതമൊക്കെ പൂർണ്ണമായും തന്നെ തടയപ്പെട്ടിരിക്കുകയാണ്. അത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. മറ്റുള്ള മാർഗങ്ങൾ ഇസ്രായേലിന് ചരക്കുകളും അസംസ്കൃത വസ്തുക്കളും ഭക്ഷണ പദാർത്ഥങ്ങളും ഒക്കെ ഇസ്രായേലിലേക്ക് എത്തിക്കുവാൻ തേടേണ്ടി വരുന്നു. അത് ഇസ്രായേലിന് വലിയ ചിലവാണ് ഉണ്ടാക്കുന്നത്. ആഹാര സാധനങ്ങളുടെയൊക്കെ വില ഇസ്രായേലിൽ വളരെ അധികം വർദ്ധിക്കുന്നുണ്ട്. അത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ പ്രതിരോധമാണ് തീർക്കുന്നത്. മാത്രമല്ല അസംസ്കൃത സാധനങ്ങൾ ഫാക്ടറികളിലേക്കുള്ളത് കറക്റ്റ് എത്തുന്നില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇസ്രായേലിനെ നേരിടുന്നുണ്ട്. ഏലാത്ത് തുറമുഖം അടച്ചിട്ടിരിക്കുകയാണ്. ബെൻഗുറിയൻ എയർപോർട്ട് മിക്കപ്പോഴും ഹൂതികളുടെ ആക്രമണത്തിന് ഇരയാകുന്നുണ്ട്. മിക്കപ്പോഴും ബെൻഗുറിയൻ എയർപോർട്ടും അടച്ചിടേണ്ടി വരുന്നു. മറ്റുള്ള ഏതെങ്കിലും പ്രോക്സി ഗ്രൂപ്പുകളുടെ ആക്രമണത്തെക്കാൾ ഇസ്രായേലിന്റെ സാമ്പത്തിക സൈനിക സ്രോതസ്സുകളെ തിരിച്ചറിഞ്ഞ് വളരെ കൃത്യമായി തന്നെ ഹൂതികൾക്ക് ആക്രമിക്കുവാൻ കഴിയുന്നു എന്നത് വലിയ പ്രത്യേകതയാണ്. പക്ഷേ തിരിച്ച് ഇസ്രായേലിന് വളരെ കാര്യമായി ക്രിയാത്മകമായി ഹൂതികൾക്കു നേരെ ആക്രമണം നടത്തുവാൻ പറ്റത്തില്ല. കാരണം ഹൂതികൾ യമന്റെ ഒരു പ്രകൃതി അത് മുതലാക്കുന്നുണ്ട്. ഇസ്രായേലിന് ഡയറക്റ്റ് ആയിട്ട് ആക്രമിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിലാണ് ഹൂതികൾ ഹൈഡ് ചെയ്തിരിക്കുന്നത് എന്നതും പ്രത്യേകതയാണ്. തൽക്കാലം ഈ വീഡിയോയുമായി വിടവാങ്ങിയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.